നമ്മുടെയൊക്കെ വീടും പുതുതായിട്ട് വെച്ച് കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ കാലപ്പഴക്കം ചെല്ലുമ്പോൾ സ്വിച്ചൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ച് കറുത്ത് വരാറുണ്ട്. നമ്മളൊരു 5-6 വർഷം കഴിയുമ്പോൾ പെയിൻ്റ് അടിക്കും. ഇങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ ചുവരൊക്കെ നല്ല ഭംഗിയാവും, പക്ഷേ സ്വിച്ചുകൾ അഴുക്ക് പിടിച്ച് അങ്ങനെ തന്നെ ഇരിക്കും. സ്വിച്ചിൽ പെയിൻ്റ് അടിക്കാൻ കഴിയില്ലല്ലോ. ആ അഴുക്ക് മാറ്റണ്ടേ? ചുവര് ഭംഗിയായതുപോലെ സ്വിച്ച് ബോർഡും ഭംഗിയാവണ്ടേ? 5 പൈസ ചിലവില്ലാതെ നിങ്ങൾക്കത് ചെയ്യാം. 2 മാർഗങ്ങൾ നിർദ്ദേശിക്കാം. പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം ശ്രദ്ധിക്കണം. വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടേ ചെയ്യാവൂ. നിർബന്ധമായിട്ട് വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചെയ്യണം. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, ഒരു പഴയ തുണി എടുക്കുക. തുണി വെള്ളത്തിലിങ്ങനെ മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തോളൂ. വെള്ളം ഇറ്റിട്ടൊന്നും പിഴണ്ട. നനഞ്ഞ ഭാഗം കൊണ്ട് ഈ സ്വിച്ച് ബോർഡിൽ ഇങ്ങനെ അമർത്തി തുടയ്ക്കുക. നോക്കൂ, നല്ലവണ്ണം അമർത്തി, നല്ല അമർത്തണേ. പല പ്രാവശ്യം മുകളിലോട്ടും താഴോട്ടും അല്ലെങ്കിൽ ഇങ്ങനെ വശങ്ങളിലോട്ട് ഇങ്ങനെ വരയ്ക്കുക. നോക്കൂ, കുട്ടപ്പനായില്ലേ ബോർഡ്. ഇതുപോലെ ആവശ്യമാണെങ്കിൽ തുണി വീണ്ടും നനയ്ക്കുക. തുണിയിൽ ഒരുപാട് അഴുക്കായ തുണി ഇടയ്ക്കൊന്ന് കഴുകണം. എന്നിട്ട് ഈ സ്വിച്ച് ഇങ്ങനെ താഴെ നിന്ന് പിടിക്കുമ്പോൾ ഇടയ്ക്ക് പല പ്രാവശ്യം ഓൺ ഓഫ് ആയിരിക്കാൻ വേണ്ടി ഒരു വിരലുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഈ സ്വിച്ചും ഇങ്ങനെ തുടയ്ക്കുക. ഇങ്ങനെ പല പ്രാവശ്യം തുടയ്ക്കണേ, ഒരു പ്രാവശ്യം പോരാ, നല്ല അമർത്തി തിരുമണം. ഇനി ഇത്രയും വെളുക്കുന്ന പോരാ, കുറച്ചുകൂടെ വെളുക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അല്പം കാശ് ചിലവുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് പെട്രോൾ ഒപ്പിക്കുക. ഇത്രയും പെട്രോൾ ഞാൻ കുപ്പി കാണിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ 100-ൽ 1 അംശം പോലും വേണ്ട നമുക്ക്. സ്കൂട്ടറിൽ നിന്നൊക്കെ ഒരു 5-6 തുള്ളി പെട്രോൾ എടുത്താൽ മതി. ഈ പെട്രോൾ തുണിയിലൊന്ന് പറ്റി പിടിക്കട്ടെ. എന്നിട്ട് ആ തുണി കൊണ്ട് സ്വിച്ച് ബോർഡ് അമർത്തി തിരുമുക. ഈ ഇടയിലൊക്കെ സ്വിച്ച് 3-4 പ്രാവശ്യം ഓണും ഓഫ് ആവും. അമർത്തി ഇങ്ങനെ തിരുമി ഉണ്ട്. വെള്ളത്തിനെക്കാട്ടി കുറച്ചുകൂടെ വെളുക്കുന്നുണ്ട് പെട്രോളിട്ട്. പെട്രോൾ ആകുമ്പോൾ പെട്ടെന്ന് ഇടയ്ക്ക് വേപ്പറായിട്ട് പോകും. അതുകൊണ്ട് ഇടയ്ക്ക് തുണിയിൽ അല്പം കൂടെ പെട്രോൾ കൊടുക്കണം. ഇതുപോലെ ബോർഡിൻ്റെ മുകളിലൊരു എഡ്ജ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കാം. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്, ചെവരിലെ പെയിൻറ്റ് പോവും. അതുകൊണ്ട് അതിവിടെ അധികം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഴകിയ വെള്ള ടൂത്ത് പേസ്റ്റ് എടുത്ത് ഒരു ബ്രഷ് വെച്ച് പിടിക്കാം. അപ്പോൾ സേഫ്റ്റി കൂടുതലാണ്. പക്ഷേ ഒരു ബ്രഷ് കൊണ്ട് ഏതോ ടൂത്ത് പേസ്റ്റിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും തരികളുണ്ട്. ആ തരികൾ സ്വിച്ചിൽ സ്ക്രാച്ച് വീഴ്ത്തും. അങ്ങനെ പെട്ടെന്നൊന്നും അറിയില്ല, വളരെ ചെറിയ സ്ക്രാച്ച് ഉണ്ടാവുന്നേ ഉള്ളൂ. ബ്രഷ് വെച്ച് പിടിക്കുക. അപ്പോൾ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാതെയും ചെയ്യാം. ഷോക്ക് അടിക്കുമെന്നുള്ള പേടി വേണ്ട. പിന്നെ ഓക്സാലിക് ആസിഡ് വെച്ച് ചെയ്യാം. ഓക്സാലിക് ആസിഡിന് വേണ്ടി നമ്മൾ കാശ് കളയേണ്ടി വരും. പക്ഷേ ഒരു പ്രശ്നം, ഇതിനേക്കാൾ വെളുക്കുമെങ്കിലും ഈ ബോർഡിൻ്റെയൊക്കെ ഗ്ലേസിങ്, തിളക്കം നഷ്ടപ്പെടും ചിലപ്പോൾ. ഇതൊക്കെയായിട്ട് നന്നായിട്ട് അഴുക്ക് പോവും. ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പെയിൻറ്റ് വരെ പോകുന്നുണ്ട് പെട്രോളിട്ട് പിടിച്ചപ്പോൾ. വെള്ളത്തിൽ പിടിച്ചപ്പോൾ പെട്രോളിട്ട് ആ പിടിക്കുന്ന പോലെ അത്ര ആ പെയിൻ്റൊന്നും പോയില്ല. ഇതാ ഇങ്ങനെ പഴയ സ്വിച്ചിനെയൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ഒരു പരിധി വരെ, പുതിയതുപോലെ ഭംഗിയാവില്ല. ഇനി വേണമെങ്കിൽ ഓക്സാലിക് ആസിഡ് ഇട്ടിട്ട് ഞാൻ കാണിക്കാം. അത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്ന ഓക്സാലിക് ആസിഡാണ്. അതിനെ വാങ്ങിച്ച് ഞാൻ സ്പ്രേ ബോട്ടിലാക്കി എനിക്ക് ഒന്ന് 640 രൂപ അങ്ങോട്ട് കൊടുത്താൽ 2 ബോട്ടിൽസ് ഓക്സാലിക് ആസിഡ് കിട്ടും. അതിങ്ങനെ സ്വിച്ച് ബോർഡിലൊന്ന് സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്തിട്ട് തുണി കൊണ്ട് തുടയ്ക്കുക. നോക്കൂ, വളരെ വേഗത്തിൽ അഴുക്കുകൾ പോകുന്നു. ആ വെള്ളത്തിനേക്കാളും പെട്രോളിനെക്കാളും ഒക്കെ വേഗത്തിൽ പോകും അഴുക്ക്. പെട്ടെന്ന് മനോഹരമാക്കാം. എന്താ പിന്നെ സ്വിച്ചിന് തളിക്കുന്നു. സ്വിച്ചൊക്കെ നല്ല വിളവിളാന്ന് വരുന്നു. ഇങ്ങനെ തുണിയിൽ സ്പ്രേ ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. തുണി എടുക്കുക, തുണിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുക. അപ്പോൾ പിന്നെ ഇതുപോലെ ചെവരിലൊന്നും വലിച്ചിറങ്ങില്ല, കുറച്ചുകൂടെ നന്നായിരിക്കും. പോരെ? എന്താ സ്വിച്ച് വൃത്തിയാക്കാൻ 3-4 വഴികൾ പറഞ്ഞു തന്നില്ലേ? തുണിയും വെള്ളവും ഉപയോഗിക്കാം, തുണിയും പെട്രോളും ഉപയോഗിക്കാം, ഇങ്ങനെ ഓക്സാലിക് ആസിഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഴയ വെള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. കളറുള്ളത് ഉപയോഗിക്കേണ്ട.
പഴയ വെള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. ഈ 4 ഏതെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വിച്ച് ബോർഡുകളൊക്കെ വൃത്തിയാക്കൂ. വീട് മനോഹരമായി സൂക്ഷിക്കൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.